നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചത് പഴകിയ ഉൽപ്പന്നങ്ങൾ. സപ്ലൈകോയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അഞ്ചൽ ചന്തമുക്കിലെ സപ്ലൈകോയിൽ നിന്നുമാണ് പഴകിയ സാധനങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. താലൂക്ക് ആശുപത്രി കിഫ്ബി സംഘം സന്ദർശിക്കും. കാട്ടിൽക്കടവ് പാലത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം. രാമായണ പുലരിയിലേക്ക് കൺതുറന്ന മലയാളം. രാമായണ മാസാചരണത്തിന്റെ തുടക്കം. ഇനിയുള്ള 31 നാൾ അധ്യാത്മ രാമായണത്തിന്റെ ശീലുകളാൽ മുഖരിതം. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചൽ സപ്ലൈകോയ്ക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. സപ്ലൈകോയിൽ നിന്ന് നൽകിയത് പഴകിയ സാധനങ്ങളാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയിൽ നിന്നും നെടിയറ സ്വദേശിനിയായ വീട്ടമ്മ വാങ്ങിയ മല്ലി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് പഴകിയ നിലയിൽ കണ്ടെത്തിയത്. ഞങ്ങളുടെ ആവശ്യത്തിനല്ല, ഈ ഇവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ട് കഴിച്ച് അസുഖം വരാതിരിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. മല്ലി ഉൾപ്പെടെയുള്ള പഴകിയ വസ്തുക്കൾ വിറ്റതിനെ തുടർന്നാണ് അഞ്ചൽ സപ്ലൈകോയ്ക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഞ്ചൽ നെടിയറ സ്വദേശിനിയായ വീട്ടമ്മ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളാണ് പഴകിയതാണെന്ന് മനസ്സിലായത്. വിവരം പഞ്ചായത്ത് അംഗം അനുഗോപിയെ അറിയിച്ചതിനെ തുടർന്നാണ് പഴകിയ മല്ലി ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അഞ്ചൽ ചന്തമുക്കിലെ സപ്ലൈകോയിൽ പ്രതിഷേധിച്ചത്. അഞ്ചൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സപ്ലൈകോ മാനേജരുമായി ഡിവൈഎഫ്ഐ നേതാക്കൾ ചർച്ച നടത്തുകയും ചെയ്തു. ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിപണനം നടത്താവൂ എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇത് നമുക്ക് ഈ ഒരാളുടെ കേസല്ല സാർ. ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും സംസാരിച്ച് സാധനം മാറ്റി വിടുക, അതല്ല നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് നിങ്ങൾ പരിശോധിച്ച് മോശമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നമ്മുടെ ഈ ഗവൺമെന്റ് സംവിധാനത്തിൽ വരുന്നത്. അല്ലാതുള്ള ആളുകളൊക്കെ മാളിലൊക്കെ പോയ സാധനങ്ങൾ. മാനേജർ ഇത് അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. നെടിയറ സ്വദേശിയായിട്ടുള്ള ഒരു അമ്മ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് മല്ലി അടക്കമുള്ള സാധനങ്ങളിൽ പൂപ്പൽ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ വിളിച്ച് വിവരം അറിയിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഈ കണ്ടപ്പോൾ അതിനകത്ത് പൂപ്പൽ അടക്കമുള്ള സാധനങ്ങൾ മല്ലിയിലേക്ക് കണ്ടതിന്റെ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ ഇവിടെ സംസാരിച്ചത്. ഇവിടെ മാനേജരും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരും എല്ലാം ഇപ്പം വിളിച്ചിരുന്നു. മാനേജർ ഇവിടെ വന്നു. അപ്പോൾ വന്നിട്ടുള്ള പോരായ്മകൾ പരിശോധിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത മുഴുവൻ സാധനങ്ങളും, എക്സ്പയറി ഡേറ്റ് പ്രിന്റിംഗ് ഇല്ലാത്ത ലൂസായിട്ട് കൊടുക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും ക്വാളിറ്റി പരിശോധിക്കണം, സ്റ്റോക്കിന്റെ ക്വാളിറ്റി പരിശോധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങളെ കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയായാലും ഇങ്ങനെയുള്ള പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ വലിയ സമര പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഷൈൻ ബാബു, അനുഗോപി, വിഷ്ണു, അൻവർ, അതുൽ, ഫൈസ്, അനന്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി കിഫ്ബി സംഘം വിലയിരുത്തും. നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്ന പ്രധാന പ്രവൃത്തികളുടെ അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. വള്ളിക്കാവ് മാർക്കറ്റ് നവീകരണ നടപടികൾ വേഗത്തിലാക്കും. കാട്ടിൽക്കടവ് പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ CR മഹേഷ് MLA യോഗത്തിൽ നിർദ്ദേശം നൽകി. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്ന പ്രധാന പ്രവൃത്തികളുടെ അവലോകന യോഗമാണ് CR മഹേഷ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20-ന് ആരോഗ്യമന്ത്രിയുടെ യോഗം ചേരുമെന്ന് MLA അറിയിച്ചു. നഗരസഭാ ചെയർമാനെ പങ്കെടുപ്പിച്ച പ്രാദേശിക തലത്തിൽ യോഗം ചേരാനും MLA നിർദ്ദേശം നൽകി. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം 95% പൂർത്തിയാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളിൽ ആകെയുള്ള 379-ൽ 170 വാങ്ങി. ബാക്കിയുള്ളവ KMCC വഴി വാങ്ങുന്നതിനുള്ള നടപടികൾ നടന്നു വരുന്നതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു.
കുലശേഖരപുരം വള്ളിക്കാവ് മാർക്കറ്റിന്റെ നവീകരണത്തിനായി കിഫ്ബി ഫണ്ട് അനുവദിച്ചതാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ യോഗത്തിൽ MLA നിർദ്ദേശിച്ചു. തഴവ ഗവൺമെന്റ് കോളേജിനായി 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് കിഫ്ബി ബോർഡിൽ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കിറ്റ്കോയോട് കിഫ്ബി CEO നിർദ്ദേശിച്ചു. ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി രാജ്കുമാർ ആൻഡ് കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. പാലത്തിന്റെ ഡിസൈൻ രൂപീകരിക്കുന്നതിനുള്ള സമയമാണ് നിലവിലുള്ളത്. KSEBയുടെയും വാട്ടർ അതോറിറ്റിയുടെയും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനുള്ള നടപടി ടെൻഡർ സ്റ്റേജിലാണെന്നും 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാമെന്നും റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ യോഗത്തെ അറിയിച്ചു. കാട്ടിൽ കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാനും MLA നിർദ്ദേശം നൽകി. ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. MLA കൂടാതെ കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ, കിറ്റ്കോ സീനിയർ ഓഫീസർ രജിത തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നഷ്ടമായെന്ന് കരുതിയ സ്വർണമാല 2 ദിവസത്തിന് ശേഷം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് പത്തനാപുരം മഞ്ചള്ളൂർ സ്വദേശിനി ഗായത്രിയും കുടുംബവും. ആദർശ് ഗായത്രി ദമ്പതികളുടെ മകൾ ആദ്യ ആദർശിന്റെ 2 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനിടെ മാല ലഭിച്ചു. ഇവർ കുടുംബാംഗങ്ങൾക്ക് മാല കൈമാറുകയും ചെയ്തു. 4 മാസം മുമ്പാണ് പത്തനാപുരം മഞ്ചള്ളൂർ ശ്രീരാഗത്തിൽ ആദർശ് ഗായത്രി ദമ്പതികളുടെ മകൾ ആദ്യ ആദർശിന്റെ 2 പവൻ മാല നഷ്ടമായത്. ഇത് സംബന്ധിച്ച് ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കുന്ന ചാക്കിലായിരുന്നു മാല അകപ്പെട്ടത്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്ലാസ്റ്റിക് ശേഖരണത്തിനിടെ മാല ലഭിച്ചു. ഞങ്ങൾ വാർഡിലിറങ്ങി ഉണ്ണിസാറിന്റെ വീട്ടിൽ കയറി. അവിടെ കയറിയപ്പോഴും അവൾ പ്ലാസ്റ്റിക് തന്നു, ആ വീട്ടുകാർ തന്നു. അത് ഞങ്ങൾ തട്ടിയിട്ട് നമ്മൾ തരം തിരിക്കണമായിരുന്നു. അങ്ങനെ തരം തിരിച്ച കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് കിട്ടിയതാണ് ഒരു മാല. ഈ മാല കിട്ടിയപ്പോൾ എന്താ തോന്നി? അത് ഞങ്ങൾ എടുത്ത് നോക്കിയിട്ട് ആ സാറിൻ്റെ അടുത്ത് സാറേ ഇത് സ്വർണ്ണം അല്ലേ നോക്കാൻ പറഞ്ഞു. അങ്ങനെ മരുമോളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇത് നോക്കാൻ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ മാലയാണെന്ന് പറഞ്ഞു. അവർ 4 മാസം കൊണ്ട് മാല തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങളത് കൊടുത്ത് അവർക്കും സന്തോഷമായിരുന്നു, ഞങ്ങൾക്കും ഒരു സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഗ്രൂപ്പിലൊന്നും ഇടാനൊന്നും പോയില്ല. ആ ഉണ്ണിസാർ തന്നെ വാർഡ് ഗ്രൂപ്പിൽ ഇടുകയും അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞത്. ഉടൻ തന്നെ വീട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളായ വിജയമ്മ, സരസ്വതി എന്നിവരാണ് മാല ഉടമസ്ഥർക്ക് കൈമാറിയത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണമാല 2 ദിവസത്തിന് ശേഷം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് കുടുംബം. പറഞ്ഞ ഇത് നാല് മാസത്തോളമായി ഇത് കാണാതെ പോയിട്ട് അതിപ്പതേ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ വീട് തിരുവല്ലയാണ്. അപ്പം അവിടെ ഇവിടെയായിട്ടാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഇനി അവിടാണോ ഇവിടാണോ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരുപാട് തപ്പി, പിന്നെ അത് കാണാതായപ്പോൾ കളഞ്ഞു പോയെന്നാണ് വിചാരിച്ചിരുന്നത്. ഹരിതകർമ്മയുടെ ചേച്ചിമാർ ഇവിടെ വന്ന സമയത്ത് പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ സാധാ കളയാൻ എടുത്ത് വെക്കുന്ന പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവരിവിടെ വന്നപ്പം എല്ലാം ഇങ്ങനെ അവർ സെപ്പറേറ്റ് ആക്കി ഇത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കണ്ടപ്പോൾ നമ്മളെ പെട്ടെന്ന് വിളിച്ചത് ഇത് സ്വർണ്ണമാണോന്ന് അവർക്കും അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവരിത് എടുത്ത് തന്നു. ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എടുത്ത് തന്ന് എന്നെ വിളിച്ചത് കാണിച്ചപ്പോൾ ഞാനും പെട്ടെന്ന് ഷോക്കായിപ്പോയി. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതായിരുന്നെന്ന്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി, ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം നമ്മൾ കിട്ടുമെന്ന് പോലും വിചാരിച്ചിരുന്നല്ലോ, അങ്ങനെ കളഞ്ഞു പോയിരുന്നതല്ലേ. അപ്പോൾ അവർ കാരണം നമുക്ക് കിട്ടിയപ്പോൾ അത്രത്തോളം അവരോട് അതിനുള്ള ഒരു കടപ്പാടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശാരിക പൈതലിന്റെ ഈണങ്ങളിൽ രാമായണ ശീലികൾ ഉണരുന്ന കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. പഞ്ഞക്കർക്കിടകത്തിൽ ഉൾതാപം കുറയ്ക്കാനും മനുഷ്യനെ സച്ചിന്തകളിലേക്ക് നയിക്കാനുമാണ് രാമായണ വായന. ഇനിയുള്ള 31 നാൾ രാമന്റെ ധർമ്മ സങ്കടങ്ങളിലൂടെയും സീതയുടെ കഠിന ദുഃഖങ്ങളിലൂടെയും രാമായണം വായിക്കുന്നയാളും സഞ്ചരിക്കുന്നു. നാം എങ്ങനെയാകണമെന്നും എങ്ങനെ ആകരുതെന്നും രാമായണം പഠിപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും ഉൾപ്പെടെ ഇനി രാമായണ ശീലുകൾ ഉയർന്നു കേൾക്കാം. തിരിമുറിയാതെ മഴ പെയ്യുന്ന കള്ളക്കർക്കിടകം ഇപ്പോൾ കലണ്ടറിൽ മാത്രമാണ്. മലയാളിയുടെ മനസ്സിൽ ഇന്ന് അത് രാമായണ മാസം കൂടിയാണ്. മലയാളി ഉള്ളിടത്തെല്ലാം കർക്കിടകം രാമായണ മാസാചരണത്തിന് വഴിമാറി. മഴപ്പെയ്ത്തിന്റെ ഇരമ്പലിനുള്ളിൽ അധ്യാത്മരാമായണ ശീലുകളുടെ ഭക്തിസാന്ദ്രമായ വായന കൊണ്ട് കേരളം മുഖരിതമാകും ഇനിയുള്ള 31 നാളുകൾ. മലയാളിയുടെ മനസ്സിൽ വീണ്ടും തുഞ്ചന്റെ കിളിക്കൊഞ്ചൽ ഉണരുകയാണ്. ക്ഷേത്രങ്ങളിലും വീടുകളിലും ഉൾപ്പെടെ ഇനി രാപ്പകൽ ഭേദമന്യേ രാമായണ ശീലുകൾ മുഴങ്ങും. തുഞ്ചത്തെ രാമാനുജനെഴുത്തച്ഛന്റെ
അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മിക്കയിടത്തും പാരായണം ചെയ്യുന്നത്. രാമായണ മാസമാണ്. കാമംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം രാമായണ മാസാചരണത്തിൻ്റെ നിറവിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രമാണ് കാമംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം. 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുകയും ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതലേ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാമംകുളങ്ങര ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു വരികയാണ്. 31 ദിവസവും രാമായണ പാരായണത്തോടൊപ്പം മരിച്ചെടുപ്പ് പൂജകളും ഒക്കെ കൃത്യമായി നടന്നു വരികയാണ്. ഉത്തമ ഭരണാധികാരിയുടെയും ഉത്തമ ഭർത്താവിന്റെയും ഭാര്യയുടെയും സഹോദര സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകകൾ കാണിച്ചു തരുന്ന കൃതിയാണ് രാമായണം. രാമായണ കഥാപാത്രങ്ങൾ ആദർശ മാതൃകകളാണ്. ശ്രീരാമനെ മാതൃകാ പുരുഷനായാണ് വാൽമീകി അവതരിപ്പിക്കുന്നത്. രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനം കർക്കിടകത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായി നിൽക്കുന്നു. രാമായണ മാസം, കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസത്തിൽ നിന്ന് ഒരു ആധ്യാത്മിക മാസം അല്ലെങ്കിൽ രാമചരിത വായനയുടെ ആയിട്ടുള്ളൊരു മാസമായിട്ട്, രാമായണ മാസമായിട്ട് ഈ കർക്കിടക മാസത്തെ മാറ്റി ഇന്ന് ആധ്യാത്മികതയുടെ ഒരു കാലഘട്ടമായിട്ടാണ് കർക്കിടക മാസം ആചരിക്കപ്പെടുന്നത്. കർക്കിടക പുലർച്ചെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അഭൂതപൂർവമായ തിരക്കും അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചവറ. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവ് പിടിയിൽ. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിനാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യുവിനെയും പോലീസ് പിടികൂടി. കുന്നത്തൂർ സ്വദേശിനെയാണ് വഞ്ചിക്കപ്പെട്ടത്. ഇയാൾക്ക് 2 വിവാഹങ്ങളിലായി 4 കുട്ടികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറിയത്. ഇയാൾക്ക് 2 ഭാര്യമാരിലായി 4 കുട്ടികളുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിൻ ഇയാളുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പലതവണ യുവതിയുടെ വീട്ടിലെത്തിയ ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യു എന്നിവരാണ് പിടിയിലായത്. കുന്നത്തൂർ സ്വദേശിനിയായ 22-കാരിയാണ് വഞ്ചിക്കപ്പെട്ടത്. യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ മാളിൽ ജീവനക്കാരിയാണ്. റെജിൻ അവിടെ തന്നെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയുമായി അടുപ്പത്തിലായ ഇയാൾ അവരുടെ വീട്ടുകാരുമായും ബന്ധം സ്ഥാപിച്ചു. ആഡംബര വാഹനത്തിൽ ഉൾപ്പെടെ വീട്ടിലെത്തി സമ്പന്നനാണെന്ന് ബോധ്യപ്പെടുത്തി. ഒടുവിൽ വിവാഹാഭ്യർത്ഥനയുമായി വീട്ടിലെത്തി. രക്ഷിതാക്കൾ വിദേശത്താണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. യുവതിയുടെ താല്പര്യപ്രകാരം വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചു. ഞായറാഴ്ച പ്രദേശത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. ചടങ്ങിൽ ബന്ധുക്കൾ എത്താത്തതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് കാരണം പറഞ്ഞ് തടി തപ്പി. വിവാഹശേഷം വധുവുമായി കണ്ണനല്ലൂരിലെ വാടക വീട്ടിലേക്ക് പോയി. നിലവിൽ റെജിനൊപ്പം താമസിച്ചിരുന്ന 2ാം ഭാര്യ വിവരമറിഞ്ഞ് കുട്ടികളുമായി ഇവർകാലയിലെത്തി. ഇവർ നടത്തിയ അന്വേഷണത്തിൽ ഭർത്താവിന്റെ 3ാം വിവാഹം സ്ഥിരീകരിച്ചു. അവർ വീട്ടുകാരെയും ശാസ്താംകോട്ട പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ബന്ധു മരിച്ചെന്നും അടിയന്തരമായി വീട്ടിലെത്തണമെന്നും പറഞ്ഞ റെജിനെയും യുവതിയെയും നാട്ടിലെത്തിച്ചു. വീട്ടിലെത്തിയപ്പോൾ പന്തികേട് തോന്നിയ യുവാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതിനിടെ റെജിനൊപ്പം വന്ന് പുത്തൂരിലിറങ്ങിയ സുഹൃത്ത് ജിജോ മാത്യു ഇവരെ കാണാതിരുന്നതിനാൽ ഓട്ടോറിക്ഷയിൽ രാത്രി യുവതിയുടെ വീട്ടിലെത്തി. കാത്തിരുന്ന നാട്ടുകാർ അയാളെയും പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള വിഷന്റെ ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോയുടെ കൊല്ലം ജില്ലാതല പര്യടനം ആരംഭിച്ചു. ലഹരിക്കെതിരെ കേരള വിഷൻ നടത്തുന്ന ഗോൾഡൻ കിക്ക് പരിപാടിയാണ് ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോ. ജില്ലാതല പര്യടനം ഓച്ചിറ പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ആരംഭിച്ചത്. ആവേശകരമായ വരവേൽപ്പാണ് ഗോൾഡൻ കിക്കിന് ലഭിക്കുന്നത്. കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരിക്കെതിരെ കേരള വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ കിക്കിന്റെ
കൊല്ലം ജില്ലാതല പര്യടനമാണ് ഓച്ചിറയിൽ നിന്നും ആരംഭിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ കിക്ക് ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോ എന്ന പേരിലാണ് നടക്കുന്നത്. ഗോൾഡൻ കിക്കിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിൽ CR മഹേഷ് MLA നിർവഹിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോയുടെ പര്യടനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് S. പിള്ള സ്വാഗതം പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇന്ന് ഈ കൊല്ലം ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ കേരള ഗവൺമെന്റിന്റെ ലഹരി വിരുദ്ധമായ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലയിൽ മുന്നോട്ട് വരുമ്പോൾ ഒരു തലമുറയെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുന്ന COA കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഫ്സൽ OCV സമ്മാനദാനം നിർവഹിച്ചു. സന്തോഷം. പങ്കെടുത്ത വിദ്യാർത്ഥികൾ എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ ആദരമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം താജ് ഗോപാൽ, COA മേഖലാ സെക്രട്ടറി അനു, RVSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന ഭാസ്കർ, പ്രഥമാധ്യാപിക ആശ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. COA ഓച്ചിറ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റൂഫേൽഡ് നന്ദി പറഞ്ഞു. കേരള വിഷൻ സംഘടിപ്പിച്ച പരിപാടി ഞാനിവിടെ പഠിച്ച ഈ സ്കൂളിൽ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് ഇവിടുത്തെ ടീച്ചർമാർ, PTA എല്ലാ അംഗങ്ങളും എല്ലാവർക്കും PTA പേരിലുള്ള നന്ദിയും സ്കൂളിന്റെ പേരിലുള്ള നന്ദി. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഹരിക്കെതിരെ കേരള വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ കിക്കിന് ലഭിച്ചിട്ടുള്ളത്. ഫ്ലാഷ് മോബ് ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോയെ ഓച്ചിറയിലേക്ക് വരവേറ്റത്. ലഹരിക്കെതിരായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കാണിക്കുന്ന ജാഗ്രതയുടെ ഭാഗമായാണ് ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോയുടെ പ്രചാരണം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. G. സുധാകരൻ MLA രൂക്ഷമായി വിമർശിച്ച് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്. അധികാര കൊതിപൂണ്ട് ചെളിക്കുണ്ടിൽ ആണ്ടുപോയ ആളാണ് സുധാകരൻ എന്ന് V. വസീഫ് പറഞ്ഞു. DYFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു വിമർശനം. DYFIയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പോലും അവഹേളിച്ചയാളാണ് സുധാകരൻ എന്ന് അദ്ദേഹം പറഞ്ഞു. മാവേലിക്കരയിൽ നടക്കുന്ന DYFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് DYFI സംസ്ഥാന സെക്രട്ടറി V. വസീഫ് G. സുധാകരൻ MLAയെ രൂക്ഷമായി വിമർശിച്ചത്. അധികാരക്കൊതി പൂണ്ട് ചെളിക്കുണ്ടിലാണ്ടുപോയാളാണ് സുധാകരൻ എന്ന് V. വസീഫ് കുറ്റപ്പെടുത്തി. DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായ പൊതിച്ചോറിനെ പോലും അവഹേളിച്ചയാളാണ് സുധാകരൻ. ആ DYFIക്കാരെ നിങ്ങൾ അപമാനിക്കരുത്, നിങ്ങൾ ആക്ഷേപിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ പൊതിച്ചോറിനെ ഈ DYFI ഹൃദയപൂർവ്വം പദ്ധതിയെ നേരത്തെ വലിയ പിന്തുണ തന്ന ആളാണ്. അന്ന് നിങ്ങൾ മാനവികതയുടെ പക്ഷത്തായിരുന്നു, തെളിമയുള്ള രാഷ്ട്രീയം പറയാറുണ്ടായിരുന്നു. നിങ്ങൾ അധികാര കൊതിമൂത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്ന് ഇറങ്ങി. ആ ചെളിക്കൊണ്ടിൽ ഇറങ്ങിയിട്ട് ആ ചെളിയാകെ ദേഹത്ത് നിങ്ങൾ വാരി തേച്ച്
എന്നിട്ടിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും. നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രം. ഞങ്ങൾ രക്തസാക്ഷികളെ അംഗീകരിക്കുന്നവരാണ്. ജി ഭുവനേശ്വരൻ ഉൾപ്പെടെയുള്ള ധീരരായ രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ച പതാകകളും അവരുടെ സന്ദേശങ്ങളും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡിവൈഎഫ്ഐയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പല കവിതകളും എഴുതിയിട്ടുണ്ടാകും. നിങ്ങളുടെ പൂച്ചയെയും നിങ്ങളുടെ പട്ടിയെയും ഒക്കെ വായിച്ചവരും പിന്തുണച്ചവരും ഒക്കെ ഉണ്ട് ഇവിടെ പലരും. അതിൽ എല്ലാം നിങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് കരുതരുത്. ഞങ്ങളുടെ പ്രിയ സഖാവ് ഭുവനേശ്വരനോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും. ഞങ്ങളെല്ലാം രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നവരാണ്. രക്തസാക്ഷികളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവർ പിടിച്ച കൊടി ഉറക്കെ ഈ വാനിൽ ഉയരെ പാലിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. KMMLന്റെ വികസനത്തിനായി തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നവീകരിച്ച INTUC ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ അവാർഡ് ദാനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് INTUCയുടെ നവീകരിച്ച INTUC ഭവനാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. KMMLന്റെ വികസനത്തിനായി തൊഴിലാളികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത തരത്തിൽ കൂടുതൽ വാല്യൂ അഡീഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. എനിക്ക് തൊഴിലാളികളോട് പറയാനുള്ളത്, ഞാനിപ്പോ പ്രസിഡന്റ് അല്ല, പക്ഷേ നിങ്ങളുടെ LTS ഒപ്പുവെച്ചിട്ടാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ആ ഒപ്പുവെച്ച LTS എത്രയും പെട്ടെന്ന് നടപ്പാക്കും എന്ന ഉറപ്പുകൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എല്ലാ ട്രേഡ് യൂണിയനുകളും അംഗീകരിച്ചിട്ടാണ് ഇതിൽ ഒപ്പുവെച്ചത്. അതിലുള്ള ചർച്ചകളെ കുറിച്ചെല്ലാം ഇവിടുത്തെ INTUCക്കാർക്ക് മാത്രമല്ല എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കും അറിയാം. ഇത്ര നല്ല രീതിയിൽ ആ LTS ഒപ്പുവെക്കാൻ കഴിഞ്ഞത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്. എനിക്ക് എല്ലാ ട്രേഡ് യൂണിയനോടും പറയാനുള്ളത്, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കണം. ഈ നാട് ഒരുമിച്ച് നിൽക്കണം. പ്രിയങ്കരനായ MLA, നമ്മുടെ മന്ത്രി കൂടിയാണ് ഇപ്പോൾ ശ്രീ ഷിബു ബേബി ജോൺ, നമ്മുടെ MP ഉണ്ട്. മിനറൽ പോളിസി കേന്ദ്രവുമായി ബന്ധപ്പെട്ട പോളിസിയാണ്. നമ്മുടെ MPയുടെയും MLAയുടെയും സജീവമായ പരിശ്രമം കൂടി, ഈ സ്ഥാപന മന്ത്രിയുടെയും കൂടി സജീവമായ പരിശ്രമം ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാകും. R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. R ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. മന്ത്രി PC വിശ്വനാഥ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. നിയമസഭാ സാമാജികനായി 25 വർഷം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിയെ മന്ത്രി ബിന്ദു കൃഷ്ണ ആദരിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AP സുനിലിനെ NK പ്രേമചന്ദ്രൻ MP ആദരിച്ചു. അഡ്വക്കേറ്റ് P ജെർമിയാസ്, KC രാജൻ, കോലത്ത് വേണുഗോപാൽ, സന്തോഷ് തുപ്പാശ്ശേരി, ഷംല നൌഷാദ്, S ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചത് പഴകിയ ഉൽപ്പന്നങ്ങൾ. സപ്ലൈകോയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അഞ്ചൽ ചന്തമുക്കിലെ സപ്ലൈകോയിൽ നിന്നുമാണ് പഴകിയ സാധനങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. താലൂക്ക് ആശുപത്രി കിഫ്ബി സംഘം സന്ദർശിക്കും. കാട്ടിൽക്കടവ് പാലത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം. രാമായണ പുലരിയിലേക്ക് കൺതുറന്ന മലയാളം. രാമായണ മാസാചരണത്തിന്റെ തുടക്കം. ഇനിയുള്ള 31 നാൾ അധ്യാത്മ രാമായണത്തിന്റെ ശീലുകളാൽ മുഖരിതം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.